ഓക്കെ, ഈ വീഡിയോയിൽ രണ്ട് F1 ലെജൻസിനെ പറ്റി സംസാരിക്കാം. ഇവർ രണ്ടുപേരും ഇവരുടെ ചെറുപ്പകാലത്ത് ഭയങ്കര ശത്രുക്കളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കാരണം ആ ടീമിന് ചാമ്പ്യൻഷിപ്പ് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആണ്, മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യും, ലെജൻസാണ്. ഓക്കെ, അപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ലൂയിസ് ഹാമിൽട്ടണെയും ഫെർണാണ്ടോ അലോൺസോയും പറ്റിയാണ്. 2007 മെക്ലാരൻ F1 ടീമിൻ്റെ ഡ്രൈവേഴ്സ് ആയിരുന്നു ഫെർണാണ്ടോ അലോൺസോയും ലൂയിസ് ഹാമിൽട്ടണും. ഫെർണാണ്ടോ അലോൺസോ 2005-2006 സീസണിൽ റെനോയിൽ നിന്ന് വേൾഡ് ചാമ്പ്യൻ ആയതാണ്. അപ്പം പുള്ളി പുതിയതായിട്ട് മെക്ലാരനിൽ ജോയിൻ ചെയ്യുകയാണ്. അതേസമയം പുള്ളിയുടെ കോ ഡ്രൈവർ ലൂയിസ് ഹാമിൽട്ടൺ, പുള്ളി ആ സമയത്ത് റുക്കിയാണ്. ഒരു റീസെന്റ് വേൾഡ് ചാമ്പ്യൻ ഒരു ടീമിലേക്ക് ജോയിൻ ആകുമ്പോൾ അയാളാണ് നമ്പർ 1 ഡ്രൈവർ എന്നാണ് അതിൻ്റെ ഒരു രീതി. അതുമാത്രമല്ല, അലോൺസോയുടെ ടീംമേറ്റ് ഒരു റുക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബബ്ലി അലോൺസോ തന്നെ ആയിരിക്കും നമ്പർ 1 ഡ്രൈവർ. ഈ റുക്കി ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൻ്റെ റൂക്കി സീസൺ വൺ ഓഫ് ദ ബെസ്റ്റ് റൂക്കി സീസൺ ഇൻ ദ F1 ഹിസ്റ്ററി ആണെന്ന് പല ഫോർമുല 1 ഡ്രൈവേഴ്സും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഫെർണാണ്ടോ അലോൺസോ മെക്ലാരൻ ജോയിൻ ചെയ്തപ്പോൾ പുള്ളിയുടെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, അതായത് 3ാമതുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിക്കുക എന്നുള്ളത്. പക്ഷെ പുള്ളിയുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ പുള്ളിയുടെ ടീംമേറ്റ് തന്നെയായിരുന്നു. ആ എൻ്റയർ സീസൺ ലൂയിസ് ഹാമിൽട്ടണും ഫെർണാണ്ടോ അലോൺസോ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഭയങ്കര ഹീറ്റിലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഹംഗേറിയൻ GP-യിൽ ഫെർണാണ്ടോ അലോൺസോ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മൂവ് ചെയ്തു. എല്ലാ ക്വാളിഫയിങ് സെക്ഷൻസിലും ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ടൈം ലിമിറ്റിനുള്ളിൽ ഡ്രൈവേഴ്സ് ആ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് റൂള്. മെക്ലാരൻ ടീം അടുത്ത ക്വാളിഫയിങ് ലാപ്പിൽ നല്ലോണം ഫ്രഷ് ടയർ ഇട്ടിട്ട് പെർഫോം ചെയ്യാമെന്ന് വെച്ചിട്ട് ഫെർണാണ്ടോ അലോൺസോ പിറ്റ് ചെയ്തു. ഇതേസമയം അലോൺസോയുടെ പുറകിൽ ലൂയിസ് ഹാമിൽട്ടണും പിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ പർട്ടിക്കുലർ ക്വാളിഫയിങ് സെഷനിൽ 2 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അലോൺസോ എന്താ ചെയ്തെന്നറിയാമോ? അലോൺസോയ്ക്ക് പിറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള സിഗ്നൽ കിട്ടിയിട്ട് അലോൺസോ ഒരു 20 സെക്കൻഡ് ആ പിറ്റ് ലൈനിൽ വെയിറ്റ് ചെയ്തു. ലൂയിസ് ഹാമിൽട്ടന്റെ പിറ്റ് സ്റ്റോപ്പ് ബ്ലോക്ക് ചെയ്തു. ഈ 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫെർണാണ്ടോ അലോൺസോ പിറ്റ് ലൈൻ വിട്ട് പോയി. പുള്ളിക്ക് പോൾ പൊസിഷൻ കിട്ടി. പക്ഷേ പിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ലൂയിസ് ഹാമിൽട്ടൺ വന്നപ്പോഴത്തേന് പുള്ളിക്ക് ആ ലാപ്പ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓഫ്കോഴ്സ് ഇതൊരു അൺസ്പോർട്സ്മാൻലി ബിഹേവിയർ ആണ്. ക്വാളിഫൈ കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവർ അലോൺസോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ കാണിച്ചത്, നിങ്ങൾക്ക് സിഗ്നൽ കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് മൂവ് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ പുള്ളിയുടെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു കൊടുക്കുന്നുള്ള രീതിയിൽ നോക്കി. ലൂയിസ് ഹാമിൽട്ടൺ പുള്ളിയുടെ ഫിസിക്കൽ ലിമിറ്റും അതുപോലെ കാറിന്റെ ലിമിറ്റും എക്സ്ട്രീംലി പുഷ് ചെയ്യും. പക്ഷെ അലോൺസോ പുള്ളിയുടെ ഫിസിക്കൽ എബിലിറ്റിയും പുഷ് ചെയ്യും, കാറിന്റെ ലിമിറ്റും പുഷ് ചെയ്യും, അതേപോലെ തന്നെ റൂൾസിനകത്ത് അലൗ ചെയ്തിട്ടുള്ള ലിമിറ്റ്സും മാക്സിമം പുഷ് ചെയ്യും. അപ്പോൾ ഹംഗേറിയൻ GP-യിലെ ആ ഒരു സംഭവം കാരണം ഫെർണാണ്ടോ അലോൺസോയുടെ ആ പോൾ പൊസിഷൻ തിരിച്ചെടുക്കുകയും ചെയ്തു. മെക്ലാരൻ ടീമിന് ആ റേസിൽ ഒരു പോയിന്റും കിട്ടിയില്ല. അങ്ങനെ 2007 സീസൺ അവസാനിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർണാണ്ടോ അലോൺസോ ലൂയിസ് ഹാമിൽട്ടണോട് തമ്മിലടിച്ചതുകൊണ്ട് 3ാമതുണ്ടായിരുന്ന കിമി റൈക്കണൻ